രാജ്യത്ത് ബോംബ് നിർമ്മാണ സാമഗ്രികൾ സുലഭമായി ലഭിക്കുന്നുവെന്ന് റിപ്പോർട്ട്. IED ഉൾപ്പെടെ നിർമ്മിക്കുന്ന സാമഗ്രികൾ സുലഭമായി ലഭിക്കുന്നുണ്ട്. ഇത്തരം സാമഗ്രികളുടെ ലഭ്യത നിയന്ത്രിക്കണം. ആഭ്യന്തര മന്ത്രാലയത്തിന് NSG നൽകിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാകുന്നത്. അബ്ദുൾ റഷീദ് ചേരുന്നുണ്ട്. അബ്ദുൾ റഷീദ്, അതായത് നമുക്കറിയാം ഇപ്പോൾ NSGയുടെ ഈ ഒരു നിർദ്ദേശം, ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും സുപ്രധാനമാണ്. കാരണം നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ദില്ലിയെ, രാജ്യത്തെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് ആ സ്ഫോടനമുണ്ടായത്. ആ ഒരു പശ്ചാത്തലം കൂടി നമുക്കിവിടെ എടുക്കേണ്ടതുണ്ട്. സ്ഫോടനത്തിന് ശേഷം ഏറെ നിർണായകമായിട്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയത്തിന് NSG നൽകിയിട്ടുള്ളത്. ഈ സ്ഫോടനം നടന്ന ഉടൻ തന്നെ സ്ഫോടനവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ NSG നടത്തുകയും ചെയ്തിരുന്നു. ഈ ഘട്ടത്തിലൊക്കെ തന്നെയും ഈ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും NSGയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇതിനുശേഷമാണ് ഇത്തരത്തിൽ രാജ്യത്ത് വിവിധ മേഖലകളിൽ ബോംബ് നിർമ്മാണ സാമഗ്രികൾ സുലഭമായി ലഭിക്കുന്നു എന്നുള്ള കാര്യം റിപ്പോർട്ടായിക്കൊണ്ട് ആഭ്യന്തര മന്ത്രാലയത്തിന് ഇപ്പോൾ NSG സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. IED ഉൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികളൊക്കെ തന്നെയും വിവിധ മേഖലകളിൽ സുലഭമായി തന്നെ ലഭിക്കുന്നു. പ്രത്യേകിച്ചും ജമ്മു കശ്മീർ, ഹരിയാന, ഫരീദാബാദ് തുടങ്ങിയിട്ടുള്ള മേഖലകളിലാണ് ഇത്തരത്തിലുള്ള ബോംബ് നിർമ്മാണ സ്ഫോടക വസ്തുക്കളൊക്കെ തന്നെയും സുലഭമായി ലഭിക്കുന്നത്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള നിയന്ത്രണങ്ങളും അതോടൊപ്പം തന്നെ ഈ അന്വേഷണങ്ങളും നടത്തണമെന്നുള്ള കാര്യം കൂടി ഇപ്പോൾ NSG ആഭ്യന്തര മന്ത്രാലയത്തിന് സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടിൽ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ദില്ലി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ഏറെ നിർണായകമായിട്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ NSG ആഭ്യന്തര മന്ത്രാലയത്തിന് സമർപ്പിച്ചിട്ടുള്ളത്.